Hello everyone. So this is part 2 of my home vlog. അപ്പോൾ ഇന്ന് ആക്ച്വലി ഡേ 2 ആണ്. I started vlogging yesterday only but I couldn't post it like that. And മറ്റേ വ്ളോഗിൻ്റെ പകുതി ദിവസമാണ് ഞാൻ എൻഡ് ചെയ്തത്. So if you guys have not watched my other vlog, please go to my channel and watch my first vlog. And this will be my second part of the vlog. Okay. സോ ഇത് ഞാൻ നേരത്തെ തുടങ്ങി, ഞാനൊരു ഇൻട്രോ പോലെ വീഡിയോ ഇട്ടതാണ്. ബിക്കോസ് യു ഗൈസ് വിൽ ഗെറ്റ് എ കണ്ടിന്യൂഷൻ ഓഫ് വാട്ട് വാസ് ഗോയിങ് ഓർ എൽസ് ഇറ്റ്സ് റാൻഡംലി ലൈക്ക് ഐ ജസ്റ്റ് പോപ്പ് ഔട്ട് ഓഫ് ദ സ്ക്രീൻ ആൻഡ് ലൈക്ക് ഓക്കെ ഗൈസ് ഐ വിൽ ഡു ഇറ്റ്. സോ ദിസ് വിൽ ബി ലൈക്ക് എൻ ഇൻട്രോ വീഡിയോ. ഐ എം സോ സോറി. വണ്ടികൾ റോഡിൽ കൂടെ പോകുന്നതാണ് സൗണ്ട്. ഓക്കെ, so this is my second part and welcome back to my channel. I'm so happy we are about to hit 100 subscribers. I'm so happy guys. I'm so grateful for each and every single one of you in my channel. I love you guys. So yeah, let's go to the second part of the vlog. പോടി അപ്പത്ത് നോക്കി നിൽക്കുക കൂടെ വരാനായിട്ട്. ആടിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി കാണാൻ. ആടിനെ കാണുമ്പോൾ പേടിപ്പിക്കും. സോ യാ, ദിസ് ഇസ് where I stay. Oh, കാണിച്ചു. ഹായ് ഹായ്. അയ്യോ കുഞ്ഞാട്. ഹായ്. യാ, അവിടെ പാടം, ഇവിടെ കുളമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ കാണാം. ഞാൻ വന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഫ്രഷ് ആവണം. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ വരുന്നിടം വരെ ഉള്ളതായിരിക്കും. ഇതിനകത്ത് ഞാൻ എന്ത് കഴിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഹൗ ഐ സ്പെൻഡ് ടൈം അറ്റ് ഹോം. മോസ്റ്റ്ലി നത്തിങ്. ഞാൻ ജസ്റ്റ് ടേക്ക് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ചിലപ്പോൾ എല്ലായിടത്തും പോയാൽ പോയി. ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇത് മാവ് നിറച്ച് മാങ്ങ. നോവ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നെ കാണാൻ. നോവയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ നോവ? എന്നെ ഭയങ്കര ഇഷ്ടമാണ് നോവ. എന്റെ ദൈവമേ. ഇത് വെക്കാൻ പറ്റില്ല. സോറി. ഇത് പൂച്ച നമ്പർ 1. നോവേ സിംബെ ഫ്രണ്ട്സ് ആട്ടോ. ഞങ്ങളുടെ വീട്ടിലെ പട്ടിയും പൂച്ച എല്ലാവരും ഫ്രണ്ട്സാണ്. കണ്ടോ, ഉമ്മയൊക്കെ കൊടുക്കും. കടിയും കിട്ടും ഇടയ്ക്ക്. ഓക്കെ, അങ്ങനെ ഞാൻ വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. ബിക്കോസ് ഐ വാസ് മിസ്സിങ് ദിസ് സോ ബാഡ്. മഴ പെയ്തിട്ട് വെയിൽ പൊടിഞ്ഞുപോയി, മരം വീണു. നോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ബെല്ല അങ്ങനെയല്ല. ബെല്ല എക്സ്ട്രീംലി സൈലന്റാ. കാണുമ്പോൾ ചെറുതായിട്ട് വാലൊക്കെ ആട്ടുമെങ്കിലും ആള് ഓൾവേസ് ഒരു കസേര കൊടുത്ത് അധികം ഒരു മീൻ ഉറങ്ങും. ചെറുതല്ലേ, ഫിറ്റായിക്കോളും കസേരയിൽ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫുള്ളിങ്ങനെ ഓടിയൊക്കെ നടന്ന്, അല്ലേ ബാ, ഇങ്ങനെ ഓടിയൊക്കെ നടന്ന് വി ഹാവ് എ ലോട്ട് ഓഫ് ഫൺ ഹിയർ. ഇതാന്നോ ചെറുത്? എന്തൊരു ചെറുതാ. സോ ഹിയർ ദേ ആർ ഹാവിംഗ് ദെയർ ഫുഡ്. കുഞ്ഞാടുകൾ.
ഇത് ഫിഷ് പോണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഫിഷ് ഇല്ല, ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ വളർത്തുന്നില്ല. 3 കുളമുണ്ട്, 1, 2. This is the third one. So 3 ponds are there, fish ponds, in which fishes are not there, no? Then when we come here, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാടിന്റെ അപ്പുറത്ത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹായ് ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു പാടം നിങ്ങളെ കാണിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. സോ ഇതാണ് ഇവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ക്രോപ്സ് ഇവർ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ലിപ്പ് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, ട്രാക്ടറൊക്കെ വന്നിട്ട് ഇങ്ങനെ കൾട്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ കുറച്ച് വൈകുന്നേരമായി, ഇത്രയും കൂടെ ഇരുട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പം അത്രയും ഇരുട്ടിയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് അറൌണ്ട് 4 o'clock in the evening. ഞാനിവിടെ വന്നു. It's more beautiful when they fill it with water, because it looks like a very long lake. So it looks like that, but now they are just cultivating the crops out, and that's why it's looking a little dry. It's beautiful now also, but it's much beautiful when it's filled with water. So yeah.
അവിടെ അവർ ഈ നെല്ല് വിതച്ചത് കൊണ്ടുപോകുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കൊന്ന് നടന്ന് പോയി നോക്കാം. അവിടെയാണ് അവർ ആ ക്രോപ്സ് കൊണ്ടുവന്നതിൻ്റെ വണ്ടിയുടെ റോഡിലിരിക്കുക. കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഇതെവിടെ കൊണ്ടുപോകാനുള്ളതാ? ചങ്ങനാശ്ശേരി. ആ, പേടിയ വണ്ടി അവിടെ വെച്ചിട്ട് പോകാൻ പ്രാവശ്യം എൻ്റെ വണ്ടി ഇങ്ങനെ കാണാണ്ട് പോയിട്ടുണ്ട്. ഇവിടെ നടക്കാനുള്ള സ്ഥലമുണ്ട്, നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം. എനിക്ക് അറിയത്തില്ല പോകാവുന്ന കാര്യം. നമുക്ക് പോവാം. അതിനെന്താ, ഇങ്ങനെയൊക്കെയാണ് നമ്മളവർക്ക് പഠിക്കുന്നത്. നാട്ടുകാർ ഓടിച്ച് ആരുടെയും പറമ്പാവാണ്ടിരുന്നാൽ മതി. ഞാനിങ്ങനെ കയറി വല്ലവരുടെയും പറമ്പിൽ കയറി പോകുന്ന സീനാണിപ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ, അവിടെ നല്ല പീസ്ഫുള്ളാണ്. പട്ടിയൊന്നും ഓടിച്ച് കണ്ടിരുന്നു. ട്രസ് പാസിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് കണ്ടിട്ടൊരു പബ്ലിക് റോഡ് പോലെ ഉണ്ട്. റോഡല്ല, ഒരു വഴി പോലെ ഉണ്ട്. നമ്മുടെ നമ്പർ 3 കുഞ്ഞൂസ്. ഹായ് എവരിവൺ, ഹലോ. അപ്പോൾ ഡേ 4 ആണ്. ഞാൻ ഇന്ന് വൈകിട്ട് തിരിച്ചു പോകും. അതിനൊപ്പം ഞാൻ എൻ്റെ ജിമ്മിൽ വന്നേക്കുവാണ്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ ജിമ്മിലാണ് അച്ഛൻ്റെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ജിമ്മേറ്റ്സിനെയും ജിം കോച്ചിനെയൊക്കെ കാണാൻ ഞാൻ എൻ്റെ ജിമ്മിൽ വന്നേക്കുവാണ്. അപ്പോൾ നിങ്ങളെ എൻ്റെ ജിം കാണിച്ചു തരാം. ഇവിടെ ആലപ്പുഴയിൽ ചെന്നിത്തലയിലുള്ളവർ ഷുവറായിട്ട് നമ്മുടെ ജിമ്മ് വിസിറ്റ് ചെയ്യാം. അടിപൊളി ട്രെയിനിങ് ആട്ടോ, കോമ്പറ്റീഷനൊക്കെ പിള്ളേർ ഇറങ്ങുന്നത്. അപ്പം ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൻപുറത്തെ ജിമ്മുകളും നമ്മുടെ ബാംഗ്ലൂർ പോലുള്ള പ്ലേസസിലുള്ള ജിമ്മുകളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. അതായത് ട്രെയിനിങ് അല്ല, സർവീസ് ആണെന്ന് ഞാൻ പറയും. കാരണം ട്രെയിനിങ് നമ്മൾ എവിടെ പൈസ കൊടുത്താലും നമുക്ക് കിട്ടും. നമ്മൾ കാശ് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, നമ്മൾ ഒരുപാട് ആയിരങ്ങൾ മുടക്കാൻ റെഡിയാണെങ്കിൽ, സോ മെനി പീപ്പിൾ വിൽ ബി റെഡി ടു ഗിവ് യു പേഴ്സണൽ ട്രെയിനിങ് ആൻഡ് ഓൾ. ബട്ട് ദാറ്റ് ജെനുവിനിറ്റി ദാറ്റ് ദേ ഷോ ഇൻ ദ ട്രെയിനിങ് ഇസ് വാട്ട് ഐ കോൾ ആസ് സർവീസ്. സോ നമ്മൾ കൊടുക്കുന്ന കാശ് നോക്കിയിട്ടൊന്നും അല്ലാണ്ട് നമ്മൾ ജെനുവിൻലി നമ്മൾ ഹെൽത്തി ആക്കണം, നമ്മൾ റെഡി ആവണം. ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, കാർഡിയോ ആയിക്കോട്ടെ, അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ പേഴ്സണലി പൊക്കോണ്ടിരുന്ന ഒരു ജിമ്മാണിത്. സോ ഐ എം ജെന്യുവൻലി ഹാപ്പി ടു ഷോ യു ഗൈസ് മൈ ജിം വിച്ച് ഐ യൂസ് ടു ഗോ ടു. ഞാൻ എപ്പോൾ ലീവിന് വന്നാലും ഐ വിൽ ഗോ വർക്ക്ഔട്ട് ഹിയർ. ഞാനിപ്പോൾ അങ്ങനെ റെഗുലർലി വർക്ക്ഔട്ട് ചെയ്യാറില്ല. But still, when I come here, it gives me a motivation to start working out again because they trained so many people here. കുട്ടികളായിക്കോട്ടെ, മിഡിൽ ഏജ് പീപ്പിൾ ആയിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, so many people come work out here. So I'm genuinely happy to show you guys my gym. നമ്മുടെ ഹോം വ്ലോഗ് അങ്ങനെ ഒരു എൻഡിലോട്ട് വന്നിരിക്കുകയാണ്. ഐ എം റിയലി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ടൈം ഐ ഹാഡ് ഹിയർ. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ട് തിരിച്ചു പോവാണ്. ഇന്നൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.